അമേരിക്കയിൽ പോകാം, നമുക്ക് ഒരു ജസ്റ്റ് ഒരു പേപ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു കാർഡ് പോലെ, അല്ലാണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സീമാൻസ് ആണ്, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പൈസ കൊടുക്കണ്ട. ഞങ്ങൾ 15 മണിക്കൂർ കൂടുതലൊക്കെ പോയ സ്ഥലങ്ങളുണ്ട്. രാവിലെ 8 മണിക്ക് പോയി രാത്രി 11 മണിക്ക് തിരിച്ചു വന്ന സ്ഥലങ്ങളുണ്ട്. അമേരിക്കയിൽ പുറത്ത് ഷോറിൽ പോകാൻ നേരം ക്യാപ്റ്റൻ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ഇപ്പോഴല്ലേ ഇന്ത്യയിൽ നിന്ന് വന്നത്, പിന്നെ എന്തിനാ പോകുന്നത്? ബ്രസീലിന്റെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ബ്രസീലിൽ അവിടെ നെയ്മറിന്റെ പടമൊന്നും ഞാൻ കണ്ടിട്ടില്ല. വേൾഡ് കപ്പ് കഴിഞ്ഞ സമയത്തേക്കായിരിക്കും ചെല്ലുന്നത്. ജോർജ് കുളങ്ങര സാറ് പറയുന്ന ഓരോ കാര്യങ്ങളും, ഓരോ രാജ്യത്ത് ചെല്ലുമ്പോൾ ആ രാജ്യത്തിൻ്റെ റോഡ്, ആ രാജ്യത്തിൻ്റെ പാലങ്ങൾ, രാജ്യത്തിൻ്റെ ട്രാഫിക് സംവിധാനങ്ങൾ, ഇതിനെല്ലാം കാരണം ആ നാട്ടിലെ ജനങ്ങൾ. അപ്പം നമ്മളൊരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, എന്നാൽ പിന്നെ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, നിനക്ക് അവിടെ പോയി നിന്നൂടെ, നീ എന്തിനാ അവിടെ അവരുടെ കാര്യം വന്ന് ഇവിടെ എന്ന് പറയുന്നത്, നീ ആരാ എന്ന് ചോദിക്കുന്ന. എറണാകുളത്താണ്, ഒപ്പമുള്ളത് ഒരു പത്തനംതിട്ടക്കാരനും. സംസാരിക്കുന്നത് ഏറെ പേർക്ക് അപരിചിതമായ എന്നാൽ ഒരുപാട് പേർക്ക് താല്പര്യമുള്ളതുമായ കടൽ യാത്രകളെ പറ്റിയാണ്. ഒരു കടൽ സഞ്ചാരി, കടൽ ജീവി എന്നറിയപ്പെടുന്ന വിഷ്ണു എത്ര രാജ്യങ്ങൾ കവർ ചെയ്തു ഇതുവരെ? ഞാൻ ഇതുവരെ എണ്ണിട്ടില്ല. അങ്ങനെ സത്യമായിട്ടും എനിക്കറിയത്തില്ല. എനിക്ക് അങ്ങനത്തെ ഒരു ക്രൈസും ഇല്ല. ഇന്ന രാജ്യങ്ങളിൽ പോയി ബക്കറ്റ് ലിസ്റ്റ് അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് 20-ന് മേലെ രാജ്യങ്ങൾ എന്തായാലും ഞാൻ നോർമലി പോയിട്ടുണ്ട്. അതായത് ബാക്കിയുള്ള രാജ്യങ്ങൾ ചിലപ്പോൾ 2 മണിക്കൂറത്തേക്കായിരിക്കും ഇറങ്ങുന്നത്. ജസ്റ്റ് പോയി ജംഗ്ഷനിൽ പോയി കുറച്ച് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരുന്നത് കൂട്ടാതെ അത്യാവശ്യം ആ രാജ്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും അല്ലെ ആ രാജ്യത്തിൻ്റെ ഒരു മെയിൻ ഡെസ്റ്റിനേഷനിലേക്ക് പോയി കണ്ടുവരാൻ നോക്കുവാണെങ്കിൽ ഒരു 20+ പോയിട്ടുണ്ടാവും. ബാക്കി ഞാൻ കണക്കിൽ കൂട്ടുന്നില്ല. ഞാൻ ചോദിക്കാൻ കാരണം, ഒരു സാധാരണ സെയിലറിനേക്കാൾ ഉപരിയായി ഇത് റെക്കോർഡ് ചെയ്യാൻ, ഡോക്യുമെന്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഈ പോകുന്ന സ്ഥലങ്ങൾ, യാത്രകൾ, അവിടുത്തെ സവിശേഷ സാഹചര്യങ്ങൾ, അങ്ങനെ ഡോക്യുമെന്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളായതുകൊണ്ടാണ് എത്ര രാജ്യങ്ങൾ ചോദിച്ചത്. സാധാരണ ഒരാൾ പോകുന്നു വരുന്നു ഒക്കെ അന്വേഷിക്കണമെന്നില്ല. അപ്പം ഇതെല്ലാം ഡോക്യുമെന്റ് ചെയ്യുന്ന ഞാനായിരിക്കണമല്ലോ ഞാൻ പോയ രാജ്യങ്ങളുടെ ലിസ്റ്റ് എഴുതി വെക്കേണ്ടത്. ഞാൻ എവിടെ എൻ്റെ ലിസ്റ്റുകൾ എഴുതി വെച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, 20-ൽ കൂടുതൽ രാജ്യങ്ങൾ, ചില രാജ്യങ്ങളിലെ നമുക്ക് ചിലപ്പം 10 മണിക്കൂർ 12 മണിക്കൂറൊക്കെ പുറത്തു പോകാം. ഞങ്ങൾ 15 മണിക്കൂർ കൂടുതലൊക്കെ പോയ സ്ഥലങ്ങളുണ്ട്. രാവിലെ 8 മണിക്ക് പോയി രാത്രി 11 മണിക്ക് തിരിച്ചു വന്ന സ്ഥലങ്ങളുണ്ട്. ഹലോങ് ബേ, വിയറ്റ്നാം. അത് അതുപോലെ അമേരിക്കയിൽ ലോസ് ഏഞ്ചൽസ്, കാലിഫോർണിയ, നമ്മുടെ ഹോളിവുഡ് സ്ട്രീറ്റ്. ഇതും ഈ ഹോളിവുഡ് നമുക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പറയാം, അമേരിക്കയിലും വിയറ്റ്നാമിലെ ഈ 2 സ്ഥലങ്ങളായിരിക്കും ഞാൻ ഫുൾ ഡേ ഷോറിൽ പോയിട്ടുള്ള കപ്പലിൽ. ശരിക്കും അത് നടക്കാത്തൊരു സംഭവമാണ്. ഇപ്പം ഞാൻ പറയാം, ഞാനൊരു ജോലി ചെയ്യുന്നു, 6 മണിക്കൂർ അല്ലെ 4 മണിക്കൂർ ജോലി ചെയ്താൽ 6 മണിക്കൂർ കിട്ടുന്ന ആ ഒരു ഓഫ് ടൈമിലാണ് ഞാൻ പുറത്ത് പോകുന്നത്. ഈ 6 മണിക്കൂർ കൊണ്ട് നമുക്ക് പോയിട്ട് വരാൻ പോകുന്ന സ്ഥലങ്ങൾ പെട്ടെന്ന് പോയി കവർ ചെയ്ത് വരാൻ പറ്റും. പക്ഷേ ചില നല്ല നല്ല ക്യാപ്റ്റന്മാർ വരും, കുറച്ച് എൻജോയ്മെൻറ്റ്, കുറച്ച് എന്താ പറയുക, ചെറുപ്പമായിരിക്കും, കുറച്ചും കൂടെ എൻജോയ് ചെയ്യുന്ന ആൾക്കാർ വരുമ്പോൾ അവരെന്ത് ചെയ്യും, ഒരു 2 ബാച്ച് ഉണ്ടാക്കിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, പുറത്ത് പോകാം, 2 ബാച്ച് ഉണ്ടാക്കിയിട്ട് പോകാം, പകുതി പേരെ കപ്പലിൽ നിർത്താം, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഇത്രയും പേര് വെച്ച് കപ്പലിൽ നിൽക്കുക, ആദ്യത്തെ ബാച്ച് ഇത്രയും പേര്, ഒരു ബോട്ടൊക്കെ അറേഞ്ച് ചെയ്ത് നമ്മളങ്ങ് വിടും. നമ്മൾ രാവിലെ പോയി എല്ലാം കണ്ടു കേട്ട് രാത്രിയിലായിരിക്കും തിരിച്ചെത്തുന്നത്. അടുത്ത ദിവസം അടുത്ത ബാച്ച്. അങ്ങനെ റയറായിട്ട് ക്യാപ്റ്റന്മാർ, നല്ല ക്യാപ്റ്റന്മാർ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ അവർക്കും ഭയങ്കര ആഗ്രഹമായിരിക്കും പോകണം, ഇതെല്ലാം കാണണം, അറിയണമെന്ന്. പക്ഷേ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. ചിലർ ഭയങ്കര മൂശാട്ടയായിരിക്കും. അവരെ സംബന്ധിച്ച് എനിക്ക് പോകാൻ ഇൻട്രസ്റ്റ് ഇല്ല, സോ നിങ്ങൾ എന്തിനു പോകണം. അതുപോലെ തന്നെ ഇപ്പം ഷോർലി ഇപ്പം ഇന്ത്യയിൽ നിന്ന് ജോയിൻ ചെയ്ത് ഈ പറയുന്ന വിയറ്റ്നാമിലെത്തി ഒരു മാസമായിട്ടുണ്ടാവുള്ളൂ. അതുപോലെ ഇപ്പോൾ ഈ കപ്പലിൽ അമേരിക്കയിലെത്തി. അപ്പോൾ ഈ കപ്പലിൽ നിന്ന് ജോയിൻ ചെയ്തവർ എനിക്ക് അമേരിക്ക പോകണമെന്ന് ആലോചിക്കുന്നത് എന്തിന്, ഇപ്പോഴല്ലേ നിങ്ങൾ നാട്ടിൽ നിന്ന് വന്ന്. ഞാൻ ചോദിക്കുന്ന ആ ഒരു ചിന്താഗതി ആലോചിച്ച് നോക്കണം. ഇന്ത്യയിൽ നിന്നും കപ്പലിലേക്ക് കയറി കപ്പൽ അമേരിക്കയിലെത്തി, അമേരിക്കയിൽ പുറത്ത് ഷോറിൽ പോകാൻ നേരം ക്യാപ്റ്റൻ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ഇപ്പോഴല്ലേ ഇന്ത്യയിൽ നിന്ന് വന്നത്, പിന്നെ എന്തിനാ പോകുന്നതെന്ന്. അവർ വന്നത് അവരുടെ വീട്ടിൽ നിന്ന്, അവർ വന്നത് ഇന്ത്യയിൽ നിന്ന്, അവർ അമേരിക്ക നല്ല വന്നത്. സോ അതിൽ കുറച്ച് പേര് അമേരിക്ക ഫസ്റ്റ് ടൈം ആയിരിക്കും. സോ അവർക്ക് ആഗ്രഹമുണ്ട് പുറത്ത് പോകണം, കറങ്ങണം. അപ്പോൾ അവരോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ പോണേ, നിങ്ങൾ ഇപ്പോഴല്ലേ വീട്ടിൽ നിന്ന് വന്നത്, വീടും അതുമായിട്ട് എന്താ ബന്ധം. അപ്പം അങ്ങനത്തെ മെൻറ്റാലിറ്റി ഉള്ള ക്യാപ്റ്റന്മാരും ഉണ്ട്. ഞാൻ ചോദിക്കുന്നു, നമുക്ക് അവിടെ ചെല്ലണമല്ലോ, നമുക്ക് ഇറങ്ങി യാത്ര ചെയ്യണമല്ലോ, അതിന് ലീഗൽ ഫോർമാലിറ്റീസ് ഇല്ലേ? നമുക്കിപ്പോൾ അമേരിക്കയിലേക്ക് ഒരാൾക്ക് പോകണമെങ്കിൽ അതിന് വലിയൊരു ഫോർമാലിറ്റീസ് ഉണ്ട്. ചെറിയ പൈസയൊന്നും അല്ലല്ലോ. ഇവിടുന്ന് 1 സൈഡ് ഫ്ലൈറ്റ് ടിക്കറ്റ്, അതുപോലെ വിസ. അങ്ങനെ വിസ കിട്ടത്തുമില്ല യൂസിൽ പോകാനൊക്കെ. അങ്ങനെ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഞങ്ങളൊക്കെ ഭയങ്കര ലക്കല്ലേ. ഞാൻ ചോദിച്ചത്, ഒരു സെയിലർക്ക്
ഈ ഷിപ്പിൽ നിന്ന് ലാൻഡിൽ ഇറങ്ങണമല്ലോ, ലാൻഡിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞങ്ങൾക്ക് കപ്പൽ കരയ്ക്ക് അടുക്കുമ്പോൾ തന്നെ അമേരിക്കയുടെ കസ്റ്റംസ്, എമിഗ്രേഷൻ എല്ലാം കപ്പലിലേക്ക് വരും. നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ ഹിസ്റ്ററി ഫുള്ള് ചെക്ക് ചെയ്യും. ഫസ്റ്റ് ടൈമാണ് നമ്മൾ അമേരിക്കയിലേക്ക് വരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മളോട് പറയാം നിങ്ങൾ പോകണ്ട, അടുത്ത ടൈം പോ, കാരണം നിങ്ങൾ ചാടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ കാരണം ഒരുപാട് കപ്പലുകാർ ഇപ്പോൾ അവിടെ പോയി രക്ഷപ്പെട്ടവരുണ്ട് ഒരു സമയത്ത്. ഷോർ ലീവ് എന്നും പറഞ്ഞ് നേരെ അമേരിക്കയിൽ കറങ്ങാൻ പോവാ, കഴിഞ്ഞു, മുങ്ങി. ആ ഡോക്യുമെന്റ്സും വേണ്ടൊന്നും വേണ്ട, പിടിക്കപ്പെട്ട ഡിമോട്ട് ചെയ്യും. പക്ഷേ അന്ന് ഇപ്പോഴത്തെ സമയത്ത്, ട്രംപിന്റെ സമയമല്ല പറയുന്നത്, നേരത്തെയൊക്കെ പോയ ആൾക്കാർ നല്ല രീതിയിൽ അവിടെ സെറ്റിലായി ജീവിച്ചു വരുന്നവരുണ്ട്. ഇപ്പോഴും പോകുന്നില്ലെന്നല്ല പറയുന്നത്, പക്ഷേ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയതോടുകൂടി ഫസ്റ്റ് ടൈം ചെല്ലുന്ന ആൾക്കാർ ഒരു പക്ഷേ കപ്പലിൽ നിന്ന് ഷോർ ലീവ് വിടത്തില്ല. സെക്കൻഡ് ടൈം ആണെങ്കിൽ പൊക്കോളാൻ പറയും. അതുപോലെ ട്രെയിനീസിനെ വിടുന്നത് കുറവായിരിക്കും, കാരണം ചെറുപ്പമാണ്, മുങ്ങിയതാണ്, അങ്ങനെയൊക്കെ ഒരു സംഭവമുണ്ട്. പിന്നെ നമുക്ക് എമിഗ്രേഷൻ വന്നിട്ട് അവർ തന്നെ നമുക്ക് പാസ് തരും, ഷോർ പാസ്. നമ്മുടെ കപ്പൽ എത്ര ദിവസമാണോ ഉള്ളത് അത്രയും ദിവസം വാലിഡ് ആയിരിക്കും. അത്രയും ദിവസം നമുക്ക് എനി ടൈം അമേരിക്കയിൽ പോകാം. നമുക്ക് ജസ്റ്റ് ഒരു പേപ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു കാർഡ് പോലെ, അല്ലാണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സീമാൻസ് ആണ്, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പൈസ കൊടുക്കണ്ട. ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി അമേരിക്കയിൽ എത്തുന്ന ഒരു പൈസ ഇല്ലേ, നമുക്ക് ചിലപ്പോൾ ചിലവാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $20 ആയിരിക്കും. ഒരു 1500 1800 രൂപ, അല്ലെ 1800 രൂപയ്ക്കായിരിക്കും നമുക്ക് ടാക്സി പിടിച്ച് നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തുന്നത്, എവിടെ, അമേരിക്കയിൽ. സോ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ ഒരു ജോലിയുടെ ഒരു എന്താ പറയുക ബെനിഫിറ്റ്, ഈ ഒരു ജോലിയുടെ നല്ലൊരു വശം ഇത് മാത്രമാണ്. ഇതാണ് ഏറ്റവും മികച്ച അഡ്വാൻറ്റേജ്. ആണ്, അതല്ലേ ഞാൻ പറഞ്ഞത്. ഒന്നും അറിയാതെ നമ്മൾ സിമ്പിളായിട്ട് അമേരിക്ക പോയി കാണാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം കണ്ട് തിരിച്ചു വന്നു. മറ്റൊരാൾക്ക് അത് ചിന്തിക്കാൻ പറ്റൂല. അല്ല, വേറൊരു കൾച്ചറൽ പേഴ്സണിലേക്ക് അല്ലെങ്കിൽ വേറൊരു ട്രഡീഷനിലേക്കൊക്കെയാണ് പലപ്പോഴും ചെന്നിറങ്ങുന്നത്. അതിൽ ഏറ്റവും വ്യത്യസ്തത തോന്നിയെവിടെയാണ്? ഞാൻ എപ്പോഴും പറയുന്ന പോലെ വ്യത്യസ്തത എന്ന് പറയാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട എവിടെയാണെന്ന് വെച്ചാൽ ബ്രസീലായിരിക്കും. ബ്രസീലിലെ കൾച്ചർ. കാരണം ബ്രസീലിയൻസ് എന്ന് പറയുന്നത് അവർ ബ്രസീലിയൻസ് അല്ല, ശരിക്കും പറഞ്ഞാൽ പല രാജ്യങ്ങളിൽ നിന്നും വന്ന് അവിടെ പണ്ടത്തെ കാലത്ത് അങ്ങനെ ആയവരാണ്. സോ അവിടെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരാൾക്കാരെ കാണാൻ പറ്റും ബ്രസീലിൽ. ഈഗോസ് കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അല്ല, ബ്രിട്ടീഷ് പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇന്ത്യൻസ് ചെല്ലുമ്പോൾ നമ്മളോട് പെരുമാറുന്ന രീതിയുണ്ട്. അത് ടു ബി വെരി ഫ്രാങ്ക്, അത് എനിക്കറിയാം. അത് ആരൊക്കെ നിഷേധിച്ചാലും ഈ ഒരു സംഭവം ഉള്ളതാണ്. നമ്മളോട് ഈ ഡിസ്ക്രിമിനേഷൻ ഇപ്പോഴും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഈ നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിൽ ചെല്ലുമ്പോഴും ഇന്ത്യൻസ് എന്ന് പറയുന്ന ഒരു സംഭവം മനസ്സിലിരിക്കുന്നിടത്തോളം കാലം ഉണ്ടാവും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബ്രസീൽ പോലുള്ള രാജ്യങ്ങളിൽ എനിക്ക് ലാറ്റിൻ അമേരിക്ക അല്ലെങ്കിൽ സൗത്ത് അമേരിക്ക എന്ന് പറയുന്ന സ്ഥലങ്ങളോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത് അതാണ്. ഈ ഡിസ്ക്രിമിനേറ്റീവ് എലമെന്റ്സ് ഇല്ല. അവരുടെ ലൈഫ് ഭയങ്കര കൂളായിരിക്കും. നമ്മളെ അങ്ങനെ ആയിരിക്കും അവർ ട്രീറ്റ് ചെയ്യുന്നത്. എൻജോയ് ചെയ്യാനും ഇഷ്ടപ്പെടാനും പറ്റിയ സ്ഥലമായിരിക്കും. പിന്നീട് നോക്കുകയാണെങ്കിൽ വിയറ്റ്നാം ഒരു നല്ല എല്ലാവർക്കും അറിയാം, പോകുന്നവർക്കറിയാം വിയറ്റ്നാം ഒരു നല്ല സ്ഥലമാണ്. അതുപോലെ ഇന്തോനേഷ്യ, അവിടുത്തെ ആൾക്കാർ പാവങ്ങളാണ്. അവർക്കും ഈ പറയുന്ന അവർ ചിലപ്പോൾ നമ്മളെക്കാൾ താഴ്ന്നു നിൽക്കുന്നതേ ഉണ്ടാവത്തുള്ളൂ. ഇന്തോനേഷ്യയിൽ നമ്മളെ അവർ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും. മനസ്സിലായില്ല, മറ്റു രാജ്യങ്ങൾ നമുക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മളെ അവഗണിക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. നേരെ തിരിച്ച് ഇവിടെ ആണെങ്കിൽ അവർ നമ്മളെ ട്രീറ്റ് ചെയ്യും. ചില രാജ്യങ്ങൾ നമുക്ക് അങ്ങനെ. അപ്പോൾ ആ ഒരു ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ബ്രസീൽ, ഇന്തോനേഷ്യ, വിയറ്റ്നാം ഇതൊക്കെ അടിപൊളി സ്ഥലങ്ങളാണ്. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് ബ്രസീൽ. മലയാളികളുടെ തീർച്ചയായിട്ടും നമ്മളെ തോട്ടുവരമ്പിലും അവിടെയൊക്കെ മഞ്ഞ കൊടിയുണ്ടായിരുന്നു. പോർച്ചുഗലിന്റെയും ബ്രസീലിന്റെയും കൊടിയാണ് കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയേക്കാൾ ഉണ്ടായിരുന്നു. ആണ് ബ്രസീൽ, തീർച്ചയായിട്ടും. അപ്പൊ അത് ഞാൻ അന്ന് ബ്രസീലിൽ പോകുന്ന സമയത്ത് വേൾഡ് കപ്പ് കഴിഞ്ഞ സമയമാണ്. കഴിഞ്ഞ അത് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നാട്ടിലുള്ള കൊടികളും തോരണങ്ങളും ഒന്നും ബ്രസീലിലില്ല. നമ്മുടെ നാട്ടിൽ ബ്രസീലിന്റെ കൊടി കെട്ടി ഫ്ലെക്സ് വെച്ച് പെയിന്റ് അടിച്ച സംഭവങ്ങളൊന്നും ബ്രസീലിന്റെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ബ്രസീലിൽ അവിടെ നെയ്മറിന്റെ പടമൊന്നും ഞാൻ കണ്ടിട്ടില്ല. വേൾഡ് കപ്പ് കഴിഞ്ഞ സമയത്തേക്കായിരിക്കും ചെല്ലുന്നത് ബ്രസീൽ. ഓക്കെ, ഫുട്ബോൾ അവർക്ക് ഭയങ്കര ഇതായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ നമ്മുടെ ഫ്ലെക്സ് വെക്കുന്നതും കൊടി വെക്കുന്നതും ഒക്കെ നമ്മുടെ ഇവിടെ ആയിരിക്കും കൂടുതൽ. ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ നിയമങ്ങൾ ഉണ്ടായിരിക്കാം. ചുമ്മാ അവിടെ എവിടെ കൊണ്ട് ഫോട്ടോ ഒട്ടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പോസ്റ്റുകളെ മൊത്തം കൊടി വാരി കെട്ടാൻ പാടില്ല. അതൊക്കെ ഓരോ രാജ്യത്തിൻ്റെ റൂളാണ്. ചിലയിടത്ത് അത് പണിഷ്മെന്റ് ഒഫൻസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ടായിരിക്കാം നമ്മുടെ ഇവിടുത്തെ ഒരു ആവേശമൊന്നും ബ്രസീലിൽ നമ്മൾ ആ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഇപ്പോഴും അടുത്ത വേൾഡ് കപ്പിന് വേണ്ടി ബ്രസീലിന്റെ കൊടി ഇപ്പോഴും കെട്ടിവെക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും
ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ കണ്ടിട്ടില്ല. ആ ഒരു ടൈമിൽ ചെല്ലുമ്പോൾ ഉണ്ടായേക്കാം, പക്ഷെ അത് മാറ്റിയതാകാം. പക്ഷെ അതിന്റെ എവിടെയെങ്കിലും ഒരു അവശേഷിക്കുമല്ലോ, അത് കണ്ടിട്ടില്ല. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ബ്രസീലിൽ കുറവായിരിക്കും. നമ്മുടെ ഇവിടെ ആണ് ആഘോഷങ്ങളും അതുപോലെ ഫ്ലെക്സ്, രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറഞ്ഞ് തമ്മിലടി, ബ്രസീലിന്റെ അർജന്റീന പേര് പറഞ്ഞ് തമ്മിലടി, ജാതി മതത്തിന്റെ പേര് പറഞ്ഞ് തമ്മിലടി, എൻ്റെ കൊടി ഇവിടെ ആണെങ്കിൽ അടുത്തവൻ്റെ കൊടി അതിനെ മേലെ നിൽക്കണമെന്നുള്ള വാശി, ഇതെല്ലാം ഉള്ള നമ്മുടെ നാട്ടിലായിരിക്കും. ബാക്കിയുള്ള രാജ്യങ്ങളോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവനവൻ്റെ കാര്യം നോക്കിയിട്ട് അവനവൻ്റെ കാര്യം നോക്കുക, പരിപാടി കഴിഞ്ഞ് അടിച്ചിട്ട് വീട്ടിൽ പോകുക. അല്ലാണ്ട് ഇവിടുത്തെ കൂട്ട് ഇങ്ങനെ മൊത്തം റോഡ് നശിപ്പിച്ച്, നാട് നശിപ്പിച്ച്, ഫ്ലെക്സും പോസ്റ്റൊക്കെ അപ്പം തന്നെ കീറി അവിടെ ഇട്ട്, അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിൽ ഈ ബാക്കി പുറത്തുനിന്ന് വരുന്ന ആൾക്കാരായെന്ന് പറഞ്ഞാൽ അവർ കണ്ടിട്ട് അയ്യെന്ന് വെക്കുന്നതിൻ്റെ കാരണം അതൊക്കെ തന്നെ. നമ്മളൊരു പരിപാടി കോർഡിനേറ്റ് ചെയ്ത് ആ പരിപാടി കഴിഞ്ഞോട് കൂടിയിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? ആരാണോ അതിൻ്റെ സംഘാടകർ, ആരാണോ ആ പരിപാടി പ്ലാൻ ചെയ്തത്, അത് റിമൂവ് ചെയ്യുക അവിടുന്ന്. കൊടി അഴിച്ച് അവരുടെ പാർട്ടി ഓഫീസിൽ കൊണ്ടുവെക്കുക, അല്ലെങ്കിൽ എവിടാണോ അവിടെ കൊണ്ടുവെക്കുക. ഫ്ലെക്സ് ഉണ്ടെങ്കിൽ ആ ഫ്ലെക്സ് മാറ്റി എല്ലാവരുടെയും വീട്ടിൽ കൊണ്ടുവെക്കുക, അല്ലെങ്കിൽ കോഴിക്കോടിന് മേലെ ആ ഫ്ലെക്സ് വെച്ചാൽ കോഴിയെങ്കിലും നനയാതിരിക്കും. ഈ സെയിം സംഭവം നമ്മുടെ നാട്ടിൽ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് വൃത്തിയാവും ബാക്കിയുള്ള രാജ്യത്തെ പോലെ. പോർച്ചുഗലിൽ ഞാൻ പോയില്ല. ഇല്ല, പോർച്ചുഗലിൽ പോയി. പോർച്ചുഗലിൽ പോയി. പോർച്ചുഗൽ അതിനുശേഷം കുറെ കഴിഞ്ഞിട്ടാണ് പോയത്. പോർച്ചുഗൽ ബ്രസീൽ വേണം. ബ്രസീലിലാണ് ആ സമയത്ത് പോയത് കൂടുതലും. പോർച്ചുഗലിൽ അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. എനിക്കറിയത്തില്ല പോർച്ചുഗലിൽ ആണാണോ, പക്ഷേ അവിടെ ഫ്ലെക്സ് പൊടി ഞാൻ കണ്ടിട്ടില്ല. അവരുടെ എല്ലാം മനസ്സിലെ ദൈവമായിരിക്കാം റൊണാൾഡോ, അവരുടെ ദൈവമായിട്ട് തന്നെ മനസ്സിലുണ്ടായിരിക്കാം. പക്ഷെ അത് പബ്ലിക്കിലേക്ക് ഇറങ്ങി, നഗരങ്ങളിലേക്ക് ഇറങ്ങി കട്ടൗട്ട് വെക്കുന്നത് ഉണ്ടാകാം. പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ പക്ഷേ ഇത് പ്രശ്നം എന്ന് പറയും, ഇത് പറയുമ്പം ഇതിൻ്റെ അകത്തുനിന്ന് എവിടുന്നെങ്കിലും ഒരു കട്ടൗട്ട് കൂത്തിപ്പോക്കും. എന്നിട്ട് ഇത് അങ്ങനല്ല, ഇവ പറയുന്ന ചുമ്മാ പറയുന്നതാണെന്ന് എഴുതുന്ന സ്ഥാപിക്കുക, ഒരു കാര്യവും ഇല്ലാണ്ട് എന്താണെന്ന് പോലും മനസ്സിലാക്കാണ്ട് സ്ഥാപിക്കാൻ വേണ്ടി ഇറങ്ങുന്ന ആൾക്കാരുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. നമ്മൾ എന്ത് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞത് സന്തോഷ് ജോർജ് കുളങ്ങര സാറ് പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോ രാജ്യത്ത് ചെല്ലുമ്പോൾ ആ രാജ്യത്തിൻ്റെ റോഡ്, ആ രാജ്യത്തിൻ്റെ പാലങ്ങൾ, രാജ്യത്തിൻ്റെ ട്രാഫിക് സംവിധാനങ്ങൾ, ഇതിനെല്ലാം കാരണം ആ നാട്ടിലെ ജനങ്ങളാണ്, ഗവൺമെൻറ് അല്ല. ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ ഒരിക്കലും നമ്മുടെ ഇവിടെ ദേശീയപാത ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൂടെ എങ്ങനെ വണ്ടി ഓടിക്കണം ഈ നിമിഷം വരെ ജനങ്ങൾക്കറിയില്ല. എങ്ങനെയാണ് ഫാസ്റ്റ് ട്രാക്ക് എന്താണ്, പിന്നെ ഏത് ലൈനിൽ കൂടാണ് ഒരു വണ്ടി പോകേണ്ടതെന്ന് ഈ നിമിഷം വരെ നമ്മുടെ നാട്ടിൽ അറിയത്തില്ല. അപ്പം നമ്മുടെ നാട്ടിൽ ദേശീയപാത ഉണ്ടാക്കിയിട്ടോ ഡെവലപ്മെന്റ് ചെയ്യുന്നതിലല്ല കാര്യം. ആ നാട്ടിലെ ജനങ്ങൾക്ക് അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയുന്നിടത്താണ് വിജയിക്കുന്നത്. മറ്റുള്ള രാജ്യങ്ങളിൽ സംഭവിക്കുന്നത് വെച്ചാൽ അവരുടെ മാനേഴ്സ് അതാണ്. ഒരു സാധനം എടുത്തൊരു പ്ലാസ്റ്റിക് എടുത്തത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സ്ക്രഷ് ചെയ്തിട്ട് അത് വേസ്റ്റ് ഡിപ്പിൽ ഇടുന്നതും വരെ അവന് സമ്മാനം ഉണ്ടാവില്ല. നമ്മളെ സംബന്ധിച്ചെടുത്ത് ഒറ്റയേറെ അത് വീഴുന്ന എവിടെയാണോ അതാണ് അതിൻ്റെ സ്ഥലം. അത് വർഷങ്ങൾ അവിടെ കിടക്കും, അത് ക്ലീൻ ചെയ്യാൻ ആരും ഉണ്ടാവില്ലല്ലോ. അതാണ് ഞാൻ പറയുന്നത്. ഡെവലപ്മെൻറ്റ്സ് ഗവൺമെൻറ് മാത്രം ചിന്തിച്ചാൽ പോരാ, ആ രാജ്യത്തെ ആ നാട്ടിലെ ജനങ്ങൾ കൂടി ചിന്തിച്ചെങ്കിലേ നമുക്ക് പറ്റുള്ളൂ. നമ്മളങ്ങനെ പറഞ്ഞാൽ ഇയാൾ അവിടുത്തെ പിന്നെ അങ്ങോട്ട് വയ്ക്കൂടെ എന്ന് ചോദിച്ചോളൂ. അതാ ഇപ്പം നമ്മളൊരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ നീ എന്തിനാ ഇവിടെ നിൽക്കുന്ന, നിനക്ക് അവിടെ പോയി നിന്നൂടെ, നീ എന്തിനാ അവിടെ അവരുടെ കാര്യം വന്ന് ഇവിടെ എന്ന് പറയുന്നത്, നീ ആരാ എന്ന് ചോദിക്കുന്ന. അപ്പം ഈ ചിന്താഗതി മാറ്റി ശരിയാണല്ലോ, നമ്മൾ ഓരോരുത്തരും ഇത് നടപ്പിലാക്കണമെന്ന് മനസ്സിൽ ചിന്തിച്ച് നടപ്പിലാക്കി കഴിഞ്ഞാൽ നടപ്പിലാകുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരു റോഡിൽ ഒരു വണ്ടി, ഇപ്പോഴും ഞാൻ പറയാം, ഒരു വണ്ടി റിവേഴ്സ് എടുക്കുന്ന ഒരു വണ്ടി ആയിരിക്കും, ഒരു റോഡ് തിരിക്കാൻ റിവേഴ്സ് എടുക്കുമ്പോൾ ഫ്രണ്ട് കിട്ടുന്ന 1 മീറ്ററിൻ്റെ അതോടെ കാറ് കയറി പോവാ. എന്നാൽ നീ ഒരു 10 സെക്കൻഡ് ആ വണ്ടി ഒന്ന് ചവിട്ടി തന്നാൽ ക്രോസ് കിടക്കുന്ന വണ്ടി കയറിപ്പോകും. ആ മാനേഴ്സ് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല. ലെഫ്റ്റ് സൈഡിൽ കൂടെ വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞാൽ അതുവഴി മാത്രമേ. ഇപ്പം ഞാൻ കൊച്ചിയിൽ നിന്നല്ലേ വരുന്നത്. എൻ്റെ നാട് പത്തനംതിട്ടയിൽ നമ്മുടെ ആ ഒരു സ്ഥലങ്ങളിൽ അത്രയും കണ്ടില്ലെങ്കിൽ തിരുവനന്തപുരം കൊച്ചി സ്ഥലങ്ങളിൽ പോകുമ്പം നമുക്ക് 2 സൈഡിലും അതുപോലെ ചിന്തിച്ചേ പറ്റൂ. കാരണം വണ്ടി ഏതുവഴിയെ കയറി വരുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നടക്കുമോ? അതുകൊണ്ടാണ് ഉണ്ട്. ട്രാഫിക്കിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു, ട്രാഫിക്കിനെ പറ്റിയിട്ട് എനിക്ക് ഐഡിയ ഇല്ല. ഞാൻ ബാക്കിയുള്ള കാര്യമാണ് പറഞ്ഞത്. ആൾക്കാർ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മളെ പോലെ തന്നെയാണ് ആൾക്കാരും. അത്ര വലിയ ഡെവലപ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ ആൾക്കാർക്ക് അവർക്കൊരു ചെറിയ മാനേഴ്സ് ഉണ്ട്. അത് ഓരോരുത്തരും കീപ്പ് ചെയ്യുമ്പം ആ നാട് ക്ലീൻ ആയിരിക്കും. അത്രേ ഉള്ളൂ. അക്കാര്യത്തിൽ അവിടെ മാത്രമല്ല ഈ വിയസിന്റെ കാര്യത്തിലൊക്കെ ജനീറോയൊക്കെ ഭയങ്കര കുപ്രസിദ്ധമായ സ്ഥലങ്ങളാണ് ബ്രസീലില്. അതെ, എങ്കിലും ഈ പറഞ്ഞ പോലുള്ള ചില ഗുണങ്ങളും അവർക്കുണ്ട്. ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. വിഷ്ണുവിൻ്റെ അനുഭവങ്ങൾ ഭാവി തലമുറയ്ക്ക് ഒരു മുതൽക്കൂട്ടാവട്ടെ. കടൽ യാത്രയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും. അടുത്ത ഭാഗത്തിൽ ഈ അനുഭവം തുടരുന്നതാണ്.